ന്യായാധിപന്മാർ അധ്യായം 7. അനന്തരം ഗിദെയോൻ എന്ന നെതൂബാലും അവനോട് കൂടെയുള്ള ജനമെല്ലാം പ്രഭാതത്തിൽ പുറപ്പെട്ടു ഹറോദ് ഉറവിനരികെ പാളയമിറങ്ങി. മിദാന്യരുടെ പാളയമാർക്ക് വടക്ക് മോരെ കുന്നിനരികെ താഴ്വരയിലായിരുന്നു. ദൈവം ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എൻ്റെ കൈ എന്നെ രക്ഷിച്ചു. ഇന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. ദൈവം പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോയി. കർത്താവ് ഗിദെയോനോട്, നായ നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെ എല്ലാം വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെ എല്ലാം വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്ക് വച്ച് നക്കി കുടിച്ചവരാകെ 300 പേരായിരുന്നു. ശേഷം ജനമെല്ലാം വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. കർത്താവ് ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമെല്ലാം സ്വന്തം സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും എടുത്തു. ശേഷം ഇസ്രായേല്യരെ ഒക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും 300 പേരെ നിർത്തുകയും ചെയ്തു. മിദ്യാന്യരുടെ പാളയം താഴെ സമഭൂമിയിൽ ആയിരുന്നു. അന്ന് രാത്രി ദൈവം അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുക, ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് ഭയമുണ്ടെങ്കിൽ നീയും നിന്റെ ഭാര്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ചെല്ലുക. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും. അതിന്റെ ശേഷം പാളയത്തിന് നേരെ ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരുമോ? അങ്ങനെ അവനും അവന്റെ ഭാര്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു. എന്നാൽ മിദ്യാന്യരും അമാലേക്യരും പൂർവദേശക്കാരെല്ലാം വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു യവയപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്നു കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ടു. അങ്ങനെ കൂടാരം വീണു കിടന്നു എന്ന് പറഞ്ഞു. അതിന് ഒരുവൻ, ഇത് യോവാശിന്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിലെ ശക്തന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാന്യ പാളയത്തെ മുഴുവൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്ന്, എഴുന്നേൽപ്പിൻ, ദൈവം മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ചു. ഓരോരുവന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അവരോട് പറഞ്ഞത്,
ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവിൻ. പാളയത്തിന്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം. ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളം ഊതുമ്പോൾ നിങ്ങൾ പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളമൂതി ദൈവത്തിന് ഗിദെയോനും വേണ്ടി എന്ന് പറയുവിൻ. മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അടുത്ത് എത്തി കാഹളം ഊതി കയ്യിൽ ഉണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 സംഘവും കാഹളം ഊതി കുടങ്ങൾ ഉടച്ചു. ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. ദൈവത്തിനും ഗിദെയോനും വേണ്ടി വാൾ എന്ന് ആർത്തു. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുവൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. സൈന്യമെല്ലാം ഓട്ടം തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. 300 പേരും കാഹളം ഊതിയപ്പോൾ ദൈവം പാളയത്തിലെല്ലാം ഓരോരുവന്റെ വാൾ അവന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം സെരേര വഴിയായി ബേത്ശിത്താവരെയും തപത്തിനരികെയുള്ള ആബേൽ മെഹോലയുടെ അതിർവരെയും ഓടിപ്പോയി. ഇസ്രായേലിയർ നഫ്താലിയിൽ നിന്നും ആശേരിൽ നിന്നും മനശ്ശെയിൽ നിന്നും എല്ലാം ഒരുമിച്ച് കൂടി മിദാന്യരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രയീം മലനാട്ടിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു. മിദാന്യരുടെ നേരെ ഇറങ്ങിച്ചെന്ന് ബേത്ത്ബാരാ വരെയുള്ള വെള്ളത്തെയും യോർദാനെയും അവർക്ക് മുമ്പേ കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയിച്ചു. അങ്ങനെ എഫ്രയീമ്യർ എല്ലാം ഒരുമിച്ച് കൂടി ബേത്ത്ബാരാ വരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി. ഓരേബ് സേബ് എന്ന 2 മിദാന്യ പ്രഭുക്കന്മാരെ അവർ പിടിച്ചു. ഓരേബിനെ ഓരേബ് പാറമേലും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെയും വച്ചു വധിച്ചിട്ട് മിദാന്യരെ പിന്തുടർന്നു. ഓരേബിന്റെയും സേബിന്റെയും തല യോർദാനക്കരെ ഗിദെയോന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.